ഇല്ലല്ലോ, ഞാൻ എന്താ വെളിയിൽ ഇരിക്കുന്നത്, എങ്ങനെ കേറണേ? അതെ, ഇതിനകത്ത് എത്ര പേര് കേറിയടാ ഇപ്പൊ? എവിടെ ഓ ഞാൻ കേറി കേറിയോ? ഇനി ബാക്കി അവിടെ വീലിന്റെ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ വീലും പോയി എപ്പടിയടാ സൈഡ് ചെയ്ത് നോക്കുന്നത് അടിച്ചു. ഏഴ് പേർക്ക് ഇതാരാ? ഹലോ, ആരാ ഇതാരാ? ഇതൊക്കെ ആരാ? എടാ അപ്പൊ ഞാനതുണ്ട്. എടാ ഉണ്ണി, നമ്മള് ആക്ച്വലി ടിവിയിലെ 7 പേരുണ്ടായിരുന്നു. നീ അടുത്ത ഷട്ടിൽ വരുവോ? അടുത്ത ഷട്ടിൽ വാ. അടുത്ത ഷട്ടിൽ വാ. അപ്പൊ ഒരാളെ കൂടെ കേട്ടോ, ഗോൾഡ് ഉണ്ണി ഇറങ്ങും. അവനെ അടുത്ത ഷട്ടിൽ വിടുവോ? അതറിഞ്ഞൂടാ, അവൻ ധൈര്യത്തിന് പോട്ട്. അവൻ ഇറങ്ങി. ഇതൊക്കെ ആരാ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ, അങ്ങോട്ട് വന്നേക്കണേ. ഉസ്മാനെ പിടിച്ചിരുന്നോളെ. വേണ്ട, അങ്ങനത്തെ അഭ്യാസങ്ങളൊന്നും ചെയ്യല്ലേ ദയവ് ചെയ്ത്. FPP ഇടല്ലേ? ഇല്ല, ഞാൻ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയതാ. ഇതെന്ത് സംഭവം? ഓക്കെ അമ്പത്തര, ഓക്കെ. ഇതെങ്ങനെ പരിപാടി? ഓ റെഡി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. We have ignition. എന്തൊക്കെയല്ലേ ഒരു ഗെയിമിനകത്ത് ചെയ്ത് വെച്ചിരിക്കണേ. ഫ്ലൈറ്റ് പറഞ്ഞു ചത്തോ ഞാൻ. ഹലോ ഹലോ, ഫസ്റ്റ് പേഴ്സൺ ഇടുമ്പോഴേ കാണുന്നുള്ളൂ. ഞാൻ വിചാരിച്ചതേ ആ സാധനം ഊരി പോയപ്പോ ഞാൻ വിചാരിച്ചു ചത്തൊന്നു. ഇവിടെ വന്നിട്ടാ നീ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഈ ഞെക്കവള കാണുന്നില്ല.
ഞാൻ സ്ലോ മോഷനിലേ അടിക്കേണ്ടി വരും സ്പേസ് സ്റ്റേഷനാ. കൊള്ളാല്ലേ? അങ്ങനെ ഓടരുത്, എനിക്ക് ഓടി എത്താൻ പറ്റത്തില്ല. ഇല്ല, ഇത് ഓടാൻ പറ്റില്ല. ശ്ശോ. സംസാരിക്കുമ്പോഴേ ഇങ്ങനെ സംസാരിക്കും. നിങ്ങൾ അതും സംസാരിച്ചു ഡിലേ ആയതാണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങനെ പറയണതല്ല. ഹലോ, എന്താണ് ഉസ്മാനെ? അടിപൊളിയാണല്ലോ. പിന്നെ അല്ലാതെ നമ്മളിത്ര കഷ്ടപ്പെട്ടു വിനോദിനാ. വില കൊടുത്തല്ലടാ മേടിച്ചത് അപ്പാപ്പനെ. ഈ ബാക്കില് വന്നവരെന്ത് ചെയ്യാ? അവനിപ്പോ വരുവാണ്. അവനടുത്ത ഫ്ലൈറ്റ് എത്തും. എന്താ പാപ്പ? ആ ഉണ്ട്. അതൊരിക്കലും അടിക്കരുതായിരുന്നു. അതടിക്കണ്ട, അടിക്കണ്ടല്ലോ. അതുകൊണ്ട് അടിച്ചവന് മാറിപ്പോയെന്നുണ്ട് ഇടിക്കാൻ നിൽക്കുന്നത്. മാറി കിളവൻ അടിക്കാൻ വരുന്നത്. ഇതെന്താ പാപ്പ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഹെൽമെറ്റ് പോരാനാ? ഔട്ട്ഫിറ്റ് നോട്ട് ഡിറ്റക്റ്റഡ്. അയ്യോ പാവത്തിന് അവിടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കൊന്ന. എടാ ഇതിനകത്ത് സംഭവം ലൈഫൊന്നും കൂടില്ലടാ ഇവിടെ. ഞാൻ സ്ലോ മോഷൻ നടക്കണതല്ല, ഞാൻ ഇങ്ങനെ നടക്കണ. ഇത് ഇങ്ങനെയാണ്. ചാവില്ലെങ്കിൽ നീ വീണ്ടും. എടാ T/reload സ്കിന്ന് സൂപ്പർ. വേറൊരുത്തനെ കൂടെ കൊന്ന്. ഉസ്മാനെ ഉസ്മാനെ T/reload സ്കിൻ. ഉസ്മാനെ റേഡിയോ എടുക്കട്ടാ? ഞാൻ പറയണ കാര്യം ആരോട് പറയരുത് കേട്ടാ. നീ ഇല്ല ഇല്ല ഇല്ല. ഇതിന്റെ മാക്സിമം സ്പീഡ് ഇതാ. ഇത് ഓടി എത്താൻ തന്നെ 1/2 മണിക്കൂർ എടുക്കും കേട്ടാ. ഇതിലേറ്റവും ഹൈലൈറ്റ് ചെയ്തൊരു സാധനം പറഞ്ഞു തരട്ടെ. കുറച്ചുനേരം കൂടെ നമുക്ക് കുറച്ചേരം ഇവിടുന്ന് കഴിഞ്ഞ് നമ്മള് തിരിച്ച് താഴെ നാട്ടിലോട്ട് എത്തുമല്ലോ. ഓട്ടോമാറ്റിക് നമ്മൾ താഴോട്ട് എത്തുവോ? ഇപ്പഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ. ഇതാരാ? നമ്മുടെ ക്യാപ്റ്റനെ കാണുന്നില്ല. ഇവ ഇവിടെ തന്നെയാണോ താമസം? ഹലോ, പുള്ളിയുടെ വണ്ടി എടുത്തില്ല. ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ആരും എടുക്കല്ലേ? വേറെ ആരും എടുക്കല്ലേ? ഹലോ അപ്പാപ്പ, ഓ ഇടക്കിടക്ക് വരാം. ഗൈസ് എല്ലാരും ഇങ്ങനെ സംസാരിക്കണതല്ല കേട്ടാ. ഇത് ഇങ്ങനെയാണ്. നമുക്ക് വേറൊരു സാധനം ഇടായേ. എടാ ഇവിടെ വന്നപ്പോ ഭയങ്കര ശ്വാസം മുട്ടലടാ. നിനക്കുണ്ടോ? ഞാൻ ചക്കായി കേട്ടോ. അമ്മോ അപ്പാ ഇത് എന്ത്? എല്ലാരും എത്തി, എല്ലാരും എത്തി. അവ അതിനകത്ത് കയറി തിരിച്ച ഉടനെ കയറി. ഹലോ അപ്പാപ്പ, എവിടെ കുടുങ്ങി കിടക്കുന്നേ? ഒരു ബിൽഡിങ്ങിന്റെ അത് മൂണിൽ തന്നെയാ. ഹൈറ്റ് ചാടാൻ പറ്റുമോ? ഫുൾ ഡാമേജ് ഉണ്ടോ അവിടെ? അറിഞ്ഞൂടാ. അപ്പൊ ഇതെങ്ങനെ കേറുന്നതിനകത്ത്? നമ്മളെ ഇവിടേക്ക് പോയി. നിങ്ങളെല്ലാരും കണ്ട് നമ്മളെ ഗോൾഡ് തുപ്പി തച്ചത്ത്. അതെ, ഹെൽമെറ്റിലെ ചത്തുപോയേ. ഹെൽമെറ്റ് വെക്കണേ. ആരെ ഹെൽമെറ്റിലാ നിക്കുന്നേ? ഈ വണ്ടിക്കകത്ത് ആള് ഫുള്ളാണ്, എനിക്ക് കേറാൻ പറ്റുന്നില്ല. ഗോൾഡ് ഹെൽമെറ്റ്. അവൻ ചത്ത്. ഡ്രൈവർ ഞാനാ കേട്ടോ, നീ പേടിക്കാനില്ല. അപ്പാപ്പ അതൊരു പരിപാടി, അതൊരു വർത്താനം. അപ്പാപ്പൻ എന്തി? അപ്പാപ്പ കേക്കാവോ? ഹലോ ശരി, ഒന്നുകൂടെ എടുക്കാമല്ലോ. ഇതല്ലേ അപ്പാപ്പ? ഹലോ, എന്റെ സൗണ്ട് പോയോ? ഹലോ അപ്പാപ്പ, ഇത് എങ്ങനെ കേറണേ? വണ്ടിയൊക്കെ പോയി. 100 വയസ്സിലുണ്ട് നോക്കിയേ.
ആലോചിക്കുമ്പോ എന്റെ അമ്മ എന്തൊരു മനോധൈര്യം ഒരിക്കലും അവർക്കൊക്കെ. നമ്മളിതേ അവിടെ നമ്മളവിടെ എല്ലാവരും ഉണ്ടാവടാ, നമ്മള് ഇവിടെ എത്തി. സത്യം. ഹലോ ഡ്രൈവറെ ഞാൻ ഇല്ലേ ഷാജിപ്പാപ്പ താക്കോലെന്നെ ക്യാപ്റ്റൻ ടിക്കറ്റ് ഉണ്ട് 50 രൂപ അടിച്ചൊരു. ആരെല്ലാം ഒന്ന് കേറി വണ്ടി എടുക്കൂ. എടാ മന്ദായ എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ വണ്ടി എടുത്താൽ അവർക്കൊരു വണ്ടി എടുത്തു കൊടുക്കുക. അത് ഫില്ലായി ആള് ഫില്ലാടാ. ഇനി ഇതിനകത്ത് ഫില്ലായി. ഡ്രൈവർ സീറ്റ് മാറാടാ മക്കളെ. ഇതാണ് ഡ്രൈവർ സീറ്റ്. അപ്പൊ ശരിക്കും മൂണിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമോ അപ്പാ? പിന്നെ ഇലക്ട്രിക് വണ്ടിയാ. നമ്മള് ഓടിക്കല്ല. ഇത് കണ്ടിട്ട് ഇലക്ട്രിക് വണ്ടിയാന്ന് തോന്നില്ലേ? ആ ഉണ്ട്. പോട്ടെ പാപ്പാ പോട്ടെ. പോട്ടെ പാപ്പാ പോട്ടെ. ഹലോ കേക്കാൻ പോട്ടെ. അവര് വരണ്ടേ? ആ അവരോട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പോവാൻ വേറെ സ്ഥലമുണ്ടോ? ഇത് മൊത്തം മൂന്നല്ലേ വാസവൻ. ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇഷ്ടംപോലെ വഴിയുണ്ട് ഇവിടെ. അത് പിന്നെ പല ഇതേപോലത്തെ പല ക്യാമ്പുകളുണ്ട്. നമുക്ക് ഈ ക്യാമ്പിലല്ലേ വന്നേ. അപ്പൊ ശരിക്കും മുകളിൽ നിന്ന് എർത്ത് കാണാൻ ഇതെന്ത് സാധനം? ഇവിടുത്തെ ആഗസ്റ്റ് 15 കൊടി വെക്കും. ഇത് മൂണിന്റെ അണ്ടിയുടെ സൈഡായിട്ട് വരും. ഇത് എന്തൊക്കെ അറിയണം നിനക്ക്? ആദ്യമായിട്ടല്ലേ പിന്നെ ഞാൻ രണ്ടാമത്തോട്ടാ. ഇവന്റെ ഓരോ സംശയങ്ങൾ എനിക്കിപ്പോ പിടിക്കണതേ ഇല്ല. എനിക്ക് മൊത്തം സംശയം വാസവനെ. അതെ ഭയങ്കര സംശയമാണ്. ഇവനെ ചില സമയത്ത് സംശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നും. അണ്ണന് ഫോണിന്റെ കുറച്ച് വീഡിയോ ഫോട്ടോസ് അപ്പൊ നമുക്ക് വേണേ കുറച്ച് തമിഴ് സംസാരിക്കാം കേട്ടാ. എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാവേ. ഉസ്മാനെ തമിഴ് അറിയാവോ? ഉസ്മാൻ തമിഴ് അറിയാം. ഉസ്മാൻ പൊള്ളാച്ചിയിലൊക്കെ പണിയെടുത്താണ്. ഒരു 5 മിനിറ്റ് അടുത്ത് തമിഴ് സംസാരിച്ചേ. തമിഴ് സംസാരിക്കാം.
പക്ഷെ പൊള്ളാച്ചിക്ക് മലയാളം സംസാരിച്ച വാസവൻ അവരെ തമിഴ് പറയാം. എന്നാ ഉസ്മാനെ സൗഖ്യമാ? ആ സൗഖ്യമാർക്ക് എന്താ പരിന്തുവാസു സൗഖ്യം. நல்லா இருக்கு. ആ താങ്ക് യു. നിന്നെ പറ്റി ഏതാവത് സൊല്ലുങ്ക. എന്നെ പറ്റി ഞാൻ സൂര്യബോസ്ക കൂട്ടുകാരൻ. സൂര്യഭാസ്ക കൂട്ടുകാരനോ? അത് ഹിന്ദി അല്ലേ? ഇതാണ് തമിഴ്. സോറി. എവിടെ എത്തി? നമ്മൾ അങ്ങോട്ടല്ലേ ചോദിക്കുള്ളൂ. ഒരു മിനിറ്റ് ട്ടാ, ഒരു മിനിറ്റ്, ഒരു ഫോൺ കോൾ. ഓക്കെ ചന്ദ്രല്ല അപ്പൊ വിളിക്കാട്ടാ, ഒരു മിനിറ്റ്. നമുക്ക് വഴി തെറ്റിയോ? ഓയ് സെൽഫി. നമുക്കെല്ലാം സെൽഫി എടുക്കാപ്പാ. നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഭൂമിയുടെ അടുത്ത് പോയിട്ട് സെൽഫി എടുത്താലോ? ഭൂമിയുടെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കാം. ആ വലത്തെ സൈഡല്ലേ, ഈ ആ ദിശയിൽ ഫുട്ബോൾ വരുന്നുണ്ട്. നമ്മൾ തിരിച്ചങ്ങോട്ടല്ലേ പോണേ? എടാ നിനക്ക് ഇവിടെ മൂണില് വഴി നിനക്കറിയാം. അപ്പാപ്പൻ കുറെ വർഷമായി മൂണില് വരാൻ തുടങ്ങിയിട്ട്, മനസ്സിലായേ? പിന്നെ ഇവിടെ നാവിഗേഷൻ സിസ്റ്റം നമ്മുടെ വണ്ടിയുടെ വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു. ആണോ? ഈ ഒരു ടാഗ് അവിടെ കാണുന്നു. തിരിച്ച് നമുക്ക് ഭൂമി പോകാനുള്ള വണ്ടി എടുത്തോളം വഴിയെങ്കിലും അറിയാവോ? വാസുമോനെ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മൾ എന്നും കിഴക്കോട്ടൊന്നും കേട്ടിട്ടില്ല. അതേപോലെ കിഴക്ക് ദിശ പിടിച്ചാലോ? ഓ കിഴക്ക് വെച്ച് പിടിക്കാം. ഭൂമിയിലായിരുന്നെങ്കിൽ സൂര്യനെ നോക്കിയിട്ട്. അപ്പാപ്പ ദേ ഇവിടെ വേറൊരു ചന്ദ്രൻ ബാക്കില്. അതേത് ഇത്ര നേരം ഞാൻ നേരെ പുറകെ. മാർസിന്റെ ചന്ദ്രനാ നമ്മളെ അയൽക്കാരാ. ഓ പിന്നെ നമ്മളെ അയൽക്കാരല്ലേ? ഓ എല്ലാത്തിനും എല്ലാവർക്കും ഓരോരോ ചന്ദ്രനുണ്ടാ. എന്താ ഉസ്മാനെ? ഹലോ, എല്ലാരും പോയോ? ഹലോ, PL 15 ചേട്ടാ. എനിക്ക് തോന്നുന്നു ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും റേഞ്ച് കിട്ടാത്തായിരിക്കും. വന്നു തുടങ്ങിയേ. പണി തുടങ്ങി. നമ്മള് നല്ല രീതിയിൽ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന അവനെ സഹിക്കുന്നില്ല. ചന്ദ്രൻ മാർക്ക് ഇവിടെ കിടക്കുന്നു. ബെല്ലാരി. ബെല്ലാരി. ഓ പറയടാ. ചന്ദ്രനെന്തേ പാല്? കേട്ടില്ല. ചന്ദ്രൻ ചന്ദ്രൻ എവിടെയാ? ചന്ദ്രനിലാണ് നമ്മളുള്ളത്. അല്ല ചന്ദ്രബോസ്. ഓ ചന്ദ്രബോസിന് സിറ്റിയിൽ വരാൻ പറ്റത്തില്ല. ബാന. ആവോ അടിപൊളി. വാ എനിക്കും തുറന്നു. കിട്ടിയായിരുന്നു പറഞ്ഞ. എന്തിന്? എനിക്ക് ഞാനേ അമ്മ എലിയുടെ സ്കൂൾ ഉദ്ഘാടനം ഉണ്ടായില്ലേ, ആ അന്ന് അവിടെ വന്നതിന് ഇനി അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞ. വന്നതിനെന്തിനാ ബാൻ? വന്ന് വാസുണ്ണന്റെ അടുത്ത് സംസാരിച്ചില്ലാർന്ന്. എന്നോട് സംസാരിച്ചതിന് ബാൻ കിട്ടിയ? ആ കിട്ടി. അവിടെ എല്ലാവരും കൂടി ആവോ അറിയില്ല, വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞു. ആര്? ഈ ഒരു കറുപ്പിട്ട ഒരു തുടങ്ങിയെടുത്ത് തന്നെ എത്തിയോന്നൊരു സംശയം. ശരിയാണല്ലോ റൈറ്റില്. GPS-ന്റെ ഇപ്പൊ റെഡിയാക്കി തരാം. അല്ല 3 ഉരുണ്ടതല്ലേ, അപ്പൊ നമ്മള് ഉരുണ്ടാവും. എടാ ദൈവമാ, ഉണ്ട് ഈ പിടിച്ച സാധനം എത്ര സമയം എടുക്കും? സ്പീഡില്ല. നമ്മളെ ഈ മല കയറാൻ പറ്റും. അപ്പൊ ഈ മല കയറി നോക്കി, ഈ വണ്ടി കയറി നോക്കട്ടെ. ഈ വണ്ടി ആ മല കയറത്തില്ലെന്നാ തോന്നുന്നത്. കളവനെയൊക്കെ ഇത്രയും വലിയ ഷഡ്ഡി ഉസ്മാൻ. ബെല്ലാരി വേഴ്സസ് KV ഒക്കെ നടക്കണ. ഇതൊക്കെ എന്താണ് സംഭവം? അത് ഇന്നലെ ഉണ്ടായിരുന്നു, അറിഞ്ഞിട്ടായിരുന്നു. ഇല്ല, ഇന്നലെ ചെറിയ അതിന്റെ ബാക്കി എന്തോന്നുണ്ട്. ഹലോ വാസുണ്ണ, പറ ഉസ്മാനെ. ഇന്നലെ ആരാ ജയിച്ചതാ? ഇന്നലെ നമ്മള് ജയിച്ചു. നമ്മുടെ പുറത്ത് വിശ്വാസം ഇല്ലാത്ത പോലെ വിശ്വാസമുണ്ട് 100%.
100% വിശ്വാസം 100% വിജയം വണ്ടി കയറുമോ? കേറി നോക്കാം. അത് ഗ്രാവിറ്റാഷണൽ ഫോഴ്സ് ഇല്ലാത്ത കാരണം എന്തില്ലാത്ത ഗ്രാവിറ്റാഷണൽ അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് ഒക്കെ വല്ലതാണ് അറിയത്തില്ല, കേറിയാലല്ലേ അറിയത്തുള്ളൂ ഗിരി. അപ്പൊ ഇവിടെ വെള്ളം ഇറങ്ങിയാ മറഞ്ഞു വീഴോ? അയ്യോ, അല്ല കിടിലൻ ഡ്രൈവർ ആയതുകൊണ്ട് കേറി കേട്ടോ, ഇല്ലെങ്കിൽ കേറത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ എടുക്കാനൊക്കെ എങ്ങനെ പോകും? അതെ മാർക്ക് ഇല്ലല്ലോ. മാർക്ക് നോക്ക്, ഇപ്പൊ വന്നു, പുതിയ മാർക്ക്. മോട്ടർ വിട്ടും പോയേ. അപ്പൊ താഴെ നോക്ക്, താഴെ നോക്ക്. ഇങ്ങനത്തെ പേര് വരവില്ല. എടാ ഇതാരാ പേരിങ്ങനെ ഇട്ടേക്കണ? ഉസ്മാൻ, ഉസ്മാൻ. ഞാനല്ലാതെ ഉസ്മാൻ വേറെ ഉണ്ട്. ഹലോ ആ. ഞാനല്ലാട്ടാ ഞാനല്ലാതെ ഓക്കെ ഓക്കെ സീനില്ല. താഴെന്താ? എവിടെ താഴെ അപ്പൊ എന്തോ ഒരു ഗോൾഡ് കട്ട് കിടക്കണ്. അവന്മാരാണെന്ന് തോന്നുന്നത്. അവരുടെ വണ്ടി മറിഞ്ഞ് കിടക്കുവാ. ബ്രേക്ക് കിട്ടുമോ? ബ്രേക്ക് കിട്ടുമോ? ബ്രേക്കില്ല കേട്ടോ, ബ്രേക്കില്ല. അയ്യോ. പറ്റില്ല. ഇല്ല ഒരു പ്രശ്നം. ഒന്നുമില്ല. അതെന്താ അപ്പ അത്? ടണലാണോ അത്? ക്രോസ് അല്ലടാ അത്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല. ഇല്ല അവിടെ ആരോ ചാടി ഇറങ്ങിയത്. കാക്ക ആ എടാ വില്ല് മോനെ. താങ്ക് യു. ഇതെന്താ പാപ്പ? വണ്ടി പോകും. എനിക്ക് പോണം. ഹലോ അപ്പാപ്പ ഇറങ്ങണ ഇറങ്ങിക്കോ. ഇത് നടക്കണ. വണ്ടി എടുത്ത് വണ്ടിയുടെ സ്പീഡ് കൂട്ടിത്തരാൻ പറഞ്ഞപ്പോ അപ്പോഴും ഓഫ് ചെയ്ത് തന്നല്ലേ. ഭയങ്കര പവർ ഗെയിമിങ് അവിടെ. അല്ലല്ലോ ആദ്യം പോയ ആള് കേരളേന്നാ പറഞ്ഞത്. പിന്നീന്ന് വിളിക്കല്ലേട്ടാ. ജസ്റ്റ് മിസ് സത്യം. നമുക്ക് വണ്ടി എടുത്ത് പോവായിരുന്നു. അത്രയും വലിയ ഗുഹയൊക്കെ അല്ലേ. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോലെ എക്സ്പ്ലോർ ചെയ്യടാ കീരി. ഇത്ര മടിയാണ്. സിറ്റിയിൽ ഓരോരുത്തന്മാർക്ക് പെണ്ണുങ്ങളെ പറയാ 6 മണിക്കൂറൊക്കെ നടക്കാനൊക്കെ പറ്റും. മൂന്നിനകത്തൊരു 2 അടി നടക്കാൻ പറ്റത്തില്ല. ഓരോ ഇവിടെ ഹെൽമെറ്റ് വിതയിച്ചാവോ? നോക്ക്. ചക്കൂരിയെ ചക്കര് മുള്ളാൻ പറ്റാണ്ട് കിടക്കണോക്കിയേ മറ്റേ പുറമെ. ഇവിടെ ചാവത്തില്ല കേട്ടോ, ചാവത്തില്ല. ഉറപ്പാ ചാവത്തില്ല? ഇവിടെ ഏറുണ്ടോ? ഉറപ്പാ? നിന്നെ നമ്മളെ ആവത്തില്ല, നമ്മളെ ആവും. അല്ല ഈ മറ്റേ ഇവിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കയറില്ലേ? സ്പീഡ് സെറ്റ്. അപ്പം ഈ അല്ല ഒന്നുമില്ല. ഹലോ വാസുവാണ് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്ന ഉസ്മാനാട്ടാ. ആ ഓക്കെ ഉസ്മാനെ. ഉസ്മാൻ ഒരാഴ്ചക്ക് സിറ്റിയിലില്ലെന്നാ കേട്ടെ. ഇല്ല ഉസ്മാനെ ഞാൻ വിളിച്ചിട്ട് വന്നതാ. ചന്ദ്രനിലുള്ളതാണോ? ഓൾറെഡി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതെങ്ങനെ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചാലോ? കത്തുന്നുണ്ടല്ലോ. കുറുപ്പിനെ കൊണ്ട് ചന്ദ്രനിലല്ലേ ഡിസ്റ്റൻസ് കൂടുതലല്ലേ? കുറുപ്പ് എന്ത് ഇവിടെ ഉണ്ടാ? നീ ഇതിലേ വാ അണ്ണൻ അണ്ണ റൈറ്റ് അപ്പൊ പറക്കൂല വണ്ടി. ഇത് നാട്ടിലെത്തിക്കോ? ഇത് ഇവിടെ കിട്ടും, മനസ്സിലായോ? സർവീസ് ഉണ്ട്. കണ്ടാ മതിയെന്ന്. എങ്ങനെയുണ്ട് വാസുവരെ? ഒരാഗ്രഹം പറഞ്ഞാൽ അപ്പൊ നടന്നു തരത്തില്ല. അത് അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഈ സിറ്റിയിലെ സത്യം പറഞ്ഞ അയ്യോ. വാസണ്ണ വാസണ്ണ അപ്പൊ ആ വണ്ടിക്കത്തുള്ള ലോകം എന്താ ഇങ്ങനെ? ഞാനാ പണിഞ്ഞത്. ഏത് ലോകം? ആ വണ്ടിക്കത്തുള്ള ലോകം എന്താ ഇങ്ങനെ? കളറ് മാറ്റി പറ്റിച്ചാണ്. കളറ് കളറ് മാറ്റി. അത് ഇതെന്തോ ഇത്?
അത് എനിക്ക് തോന്നുന്നു സാഗറിന്റെ തകരാറ് മൂലം എന്തായത് അണ്ണാനങ്ങ് പറ്റിക്കാൻ നോക്കിയാ അപ്പാപ്പ ഇത്രയും മാസത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങള് ക്യാഷ് അടിച്ചു തന്നല്ലോ അപ്പാപ്പ. അപ്പാപ്പൻ കളർ മാത്രം മാറ്റിയോളൂ. അയ്യോ അത് ചെറിയൊരു ഇതപ്പ കേവിന്ന് ഇറങ്ങി കാളച്ചട്ടില്ലാത്ത സമയത്ത് വണ്ടി അടിച്ച് മാറ്റിയതാട്ടാ, പെയിന്റ് അടിച്ച് മാറ്റി. നോക്ക് എല്ലാം ഓക്കെ ആയിരുന്നു ഈ വണ്ടി കാണിക്കുന്നവരെ. കട്ട് 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 അകത്ത് അകത്ത് നോക്കട്ടെ. ഡാഷ്ബോർഡിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ബാക്കില് വേറെ ഇതില്ലേ? ബാക്കിലുണ്ടോ ഇവിടെ? ഇതിന്റെ അടിയിലല്ലോ അതുപോലെ വണ്ടി എങ്ങനെ വണ്ടി ഇനിയിപ്പോ അങ്ങനെ പറയാം വണ്ടി ടോപ്പ് നോച്ച് പ്ലാൻ ആയിരുന്നു വണ്ടി കാണിക്കുന്നത് വരെ. കാണിച്ചപ്പോഴും കുഴപ്പമില്ലായിരുന്നു. സൗണ്ട് തുറക്കട്ടെ കേസുണ്ട്. അപ്പൊ എന്തായാലും ഒരാളുടെ വണ്ടി മേടിച്ച് കളർ മാറ്റിയെങ്കിലും തന്നല്ലോ. സന്തോഷമുണ്ട് അമ്മ, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ബ്രോങ്കോ സത്യം പറഞ്ഞ ഞങ്ങള് ബ്രോങ്കോ കുറെ സിറ്റിക്ക് മുമ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബ്രോങ്കോ അങ്ങനെ ഉപയോഗിക്കണേ ഇല്ലായിരുന്നു. ബ്രോങ്കോ ഒരു അഥവാ സിറ്റിയിലൊക്കെ എന്തെങ്കിലും ബർത്ത്ഡേക്ക് എന്തെങ്കിലും പരിപാടിക്ക് കിട്ടിയാലും അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞ. ഇനി ഞാൻ ബ്രോങ്കോയിൽ നടക്കണുള്ളൂ അപ്പാപ്പ, ചുവന്ന ബ്രോങ്കോ. ഇത് മാത്രമല്ല ഐഡന്റിറ്റി വേണ്ട സിറ്റി നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ ഇത് തീർന്നില്ല, ഒരു താരം കൂടെ ഉണ്ട്. ബ്രോങ്കോന്ന് ഈ വണ്ടിയുടെ പേരാണോ? നമ്പർ എത്ര? ആധാർ നമ്പർ 1281. 1281. ഇങ്ങോട്ട് വന്നേ. ഇതെന്തോടാ കച്ചി കിടക്കുന്നത്? കച്ചി കളിക്കാം. പച്ചക്കല്ലൊക്കെ തന്നോണ്ട് ഇവിടെ ആ സാധനം അപ്പുറത്ത് നേരെ വലിച്ചെറിയണേ. എങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ട്? നേരെ ഫ്രണ്ടിലോട്ട് പൊട്ടിത്തെറിക്കും. മാറിക്കണേ. മൂന്നിലെ ഒരു ഗ്രനേഡ് കാണിച്ചു തരാം. മാറിയിരുന്നോ? അവിടുന്ന് മാറാം. അങ്ങോട്ട് അറിയാൻ പറഞ്ഞു. അവിടെ എന്ത് തന്നെ എറിഞ്ഞു പിടി. നിന്റെ തെറ്റത്ത് വന്നിരിക്കും. ഇപ്പൊ എറിയും. നല്ലൊരു എക്സ്പീരിയൻസ്. അല്ല ഇപ്പൊ എല്ലാവർക്കും ഇതായില്ലേ മറ്റേ മൂടിനൊന്ന് ചത്തെന്നുള്ള ഒരു അവാർഡ് കിട്ടി. ചാവത്തില്ല കേട്ടോ, ഇവിടെ ചാവത്തില്ലാന്ന് പുതിയ കണ്ടുപിടുത്തം വരാം. അപ്പൊ അത് എങ്ങനെയായിരുന്നു എറിയുന്നത്? വണ്ടി കത്തിച്ച ഫ്രണ്ടിലോട്ടറിയണം. നമ്മള് നിൽക്കുന്ന അത് അവിടെ തന്നെ ട്രിഗറായ വീട്. സ്പിന്നർ ആയിരുന്നു പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന സ്പിന്നർ ആയിരുന്നു. സാരമില്ല, വാസുവിനെ വണ്ടി എടുക്കാൻ പോയെ. എന്നിട്ട് അവിടെ എന്തെങ്കിലും കാണിക്കുന്നത് നോക്കി. കച്ചിയത് പാവത്തിന് നിർത്തി കൊല്ലിക്കുന്നു. ഞാൻ ഓർത്ത് പുള്ളിക്ക് സത്യമായിട്ട് അബദ്ധം പറ്റിയതാണ്. പിന്നെ ഇവിടെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാൻ പോകാൻ പറ്റുമോ? കിട്ടിയതാട്ടെ കൊണ്ട് ഉച്ചക്കെ പോണ മാസം വരെ സ്പീഡ് ഇച്ചിരി കൂടുതലാണ് കയറേണ്ടത്. പറ്റി അതെ ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? അങ്ങനെ ഹെൽമെറ്റ് പോവാ കണ്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ മറ്റേ എല്ലാ പ്ലാനൊക്കെ സെറ്റ് ആക്കിയിട്ട് അബദ്ധം പറ്റിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ പറ്റുമോ വാസവനെ? ഇതില് വേറെ സാരം അറിയാവോ? എടുത്ത് പറക്കൂ ഇനി. ഇവിടുന്ന് വന്നേട്ടാ
ഗ്രാവിറ്റി കേട്ടാ സ്പീഡ് ലോക്കായി. കണ്ട മലയൊക്കെ എടുത്ത് ചടിച്ചു അവസാനം ഇവിടെ സ്ട്രേറ്റ് പോയി നോക്കാം, അങ്ങോട്ട് സ്ട്രേറ്റ്. അയ്യോ അയ്യോ, കൺട്രോൾ. കൺട്രോൾ ബട്ടൺ. അതായത് ഞെക്കിയിട്ട് കൺട്രോൾ ആവണില്ല. ആ വണ്ടി നല്ല വണ്ടിയാ അത്, സൈസ് ഒക്കെ മാറിയല്ലോ. പിന്നെ അടിപൊളിയല്ലേ, പിന്നെ നല്ല കുത്തനെ പറഞ്ഞാ പിന്നെ അടിപൊളിയായിട്ട് ബാക്കി ഇരുന്നവൻ ചത്ത് കേട്ടോ, അവന്റെ തല പോയി. ഇല്ലില്ല, അവൻ കിടക്കുന്നോണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് വിട്ട്. പോയി. അത് ഞാൻ എങ്ങനെ പറയാനും, എന്റെ അടുത്തുണ്ടോ ഷിഫ്റ്റ്. എന്റെ വണ്ടിക്ക് അഡ്മിൻ ഉണ്ടോ? ഇല്ല ഇല്ലല്ലേ? ഉണ്ടല്ലോ. ഭൂമി എവിടെ? ഇവിടെ ഉണ്ട് വാസു. മേളില്. അഡ്മിൻ ഒന്നും ഇല്ല. ഓ ഇവിടെ ഹെൽപ്പ് എടാ, അഡ്മിൻ ഇല്ല അവിടെ, ഇല്ലാന്ന്. ഒരു ഓണർ ഉണ്ട്, വേണോ? പലതരം വണ്ടി റിവീൽ കണ്ടിട്ടുണ്ട്, മൂന്നിലൊക്കെ കൊണ്ടുവച്ച് റിവീൽ ചെയ്യണത് ഏതാ? നമ്മളെല്ലാം വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടെങ്കിൽ ഏത് വണ്ടി റിപ്പയർ ഷോപ്പ് കൂടെ ഇത് ഇൻഷുറൻസിലും കൂടെ ഒന്ന് ക്ലെയിം ചെയ്തേക്കണേ വണ്ടി. പക്ഷെ വണ്ടി തിരിച്ച് നാട്ടിലെത്തൂല കേട്ടാ. ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആവും. വണ്ടി ഭൂമിയിലെത്തൂല, അത് ഞാൻ ഉറപ്പാണ്. അങ്ങോട്ട് കയറ്റ്. വണ്ടി ഹാഫ് ഡാമേജ് ആയേ. ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടി വരും. മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാ കേട്ടോ. തലകുത്തനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ വേ പോയിന്റ്? കാണാം 3.5 കിലോമീറ്റർ ഉള്ളൂ. ഇതിനകത്ത് കിലോമീറ്റർ കണക്കാണ്. അപ്പൊ ഈ വണ്ടി എന്താ ഇങ്ങനെ ആയിപ്പോയെ? ഇത് ബ്രോങ്കോ അല്ലല്ലോ. ഇത് ബ്രോങ്കോ അല്ല, ഇതാണ് പണ്ടത്തെ ടാറ്റാ സുമോ. ഞാൻ റേഡിയോയിൽ എങ്ങനെ അപ്പ ഡിസ്കണക്ട് ആവുന്നത്? ഇന്നലെ എനിക്ക് പിന്നെ വാസുമൻ ഇന്നലെ ഡിസ്കണക്ട് അല്ല, റേഡിയോ മാറിപ്പോയതാ കേട്ടോ. അതെങ്ങനെ? ഗ്രേറ്റർ ദാനും ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അടുത്തടുത്ത റേഡിയോയിലിട്ട് പോകും. ആണോ? അറിയത്തില്ലേ? ഇതില്ല, ഞാൻ ബട്ടൺ ഒറ്റ വിലി ഓടിക്കുന്നേ അറബിയുടെ അടുത്തുനിന്ന് പഠിച്ച സാധനങ്ങൾ അതൊക്കെ. അപ്പൊ വണ്ടിയുടെ ആ ഇല്ല വണ്ടി പറഞ്ഞല്ലേ? ഇനി നമുക്കൊരു ക്രാഷ് ടെസ്റ്റിന്റെ ആവശ്യമില്ല, വണ്ടി പാസ്സായി കേട്ടോ. വണ്ടി പാസ്സായി. ആ ഫ്യൂല് തീർന്നേ. നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഫ്യൂല് തീർന്നാണോ ഇത്? മുക്കുന്നുണ്ടെങ്കിൽ ഫ്യൂല് തീർന്നായിരിക്കും. ആ മുക്കുന്നുണ്ട്, ഫ്യൂല് തീർന്നു. ആണല്ലേ? ആരെല്ലാം ഒരെണ്ണം തരുമോ? തരാം. 2.5 മണിക്കൂർ ഇടിക്കുമല്ലോ ഇത് പെട്രോൾ അടിച്ച് തീരെ. സത്യം. നെറ്റ്വർക്ക് പ്രോബ്ലം അല്ല ഇവിടെ സ്ലോ ആ കേട്ടോ. അതെന്താ ഗോക്കോ? We Tokyo need to meet Bellary at meeting boy. കയ്യിലൊരു ബോഡി കിട്ടുന്നത്. ഇതെന്താ ബെല്ലാരിയും KVA എല്ലാരും ഒരുമിച്ച് അവര് പൊക്കത്തില്ലേ? മൂന്നില് വെടി വെക്കാൻ പറ്റുമോ നോക്കട്ടെ. വെടിയൊക്കെ വെക്കാം. പിസ്റ്റലായെന്ന് AR മാറി. ഓൾറെഡി പെട്ടെന്ന് കയറി സീറ്റ് കിട്ടത്തില്ല, പിന്നെ ബാക്കി കൊഞ്ചിക്കേണ്ടി വരും. ബാക്കി കയറി കിടക്കണേ. പിള്ളേരെ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വണ്ടി ഓണാക്കാൻ ഇനി എഞ്ചിൻ എന്ത് ചെയ്യും? മാപ്പിലൊരു പച്ച കാറ് കാണുന്നുണ്ടോ? പച്ച കാറ്. ആ വേ പോയിന്റ് അത് കാണാവോ? അങ്ങോട്ടല്ല, നമ്മുടെ മാപ്പില് ഒരു പച്ച കാറ് പോയിട്ടുണ്ട്. ഒരു ഡോറല്ലേ പോയിട്ടുണ്ട്. അതൊന്ന് പെറുക്കിയേക്കണേ മോനെ. വേറെ കളിക്കാൻ നമ്മള് 15 ആളെ കളിച്ച് നിനക്കൊന്ന് വയ്യടാ മണ്ണാളെ. ടയറ് പോയെന്നൊക്കെ. ഇതൊക്കെ എന്താ സംഭവിക്കണേ ഇവിടെ?
അതുകൊണ്ട് അവിടെ നമുക്ക് നാട്ടിലോട്ട് ഡെലിവറി ചെയ്യുമ്പോൾ ആക്രിയായിട്ട് കൊടുക്കേണ്ടി വരുമോ വണ്ടി? മിക്കവാറും പാട്ടായിട്ടാണോ? മിക്കവാറും അപ്പാപ്പ. ഈ 1.5 കിലോമീറ്ററിൽ അവിടെ എന്താണ് നമുക്ക് തിരിച്ചുള്ള വഴിയാണോ? ഈ വണ്ടി എവിടെ വെച്ചാൽ മറന്നേക്കണം, അതാണ് സംഭവം പറഞ്ഞു വരുന്നത്. ആ 1.5 കിലോമീറ്റർ ഓടിക്കാനുള്ള ഒരു ഇതുള്ളൂ. നമുക്കിത് ഇവിടുന്ന് നമുക്ക് ഷട്ടില് വഴി പറഞ്ഞു വിടാം. നാളത്തേക്ക് വാസവന് കിട്ടും. ഏത് ഡെലിവറി താഴെ എത്തുമോ ഇത്? ഷട്ടിലിന് കുഴപ്പമൊന്നും പറ്റില്ല, എടുത്തായിരിക്കും. ഡിക്കിയിലവിടെ എന്തൊരു പരിപാടി രണ്ടുപേര് രണ്ടും കൂടെ ആരൊക്കെ ഇത്? അടങ്ങിരി അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കണം അപ്പാ. അവന്മാരും കൂടെ വരട്ടെ വാസവൻ, എന്നിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് വീടിന്റെ ഫ്രണ്ട് ചെയ്ത് അവിടെ ഓടിക്കാൻ പറ്റും ആ വലിയ വണ്ടി? ഏതാ ലെഫ്റ്റ് വേറൊരു വലിയ വാസവൻ ഇവിടെ നിർത്തിക്കോ. അവരതേ പിള്ളേരെത്തി. ഈ വണ്ടി വന്ന് മിനുക്ക് പണി എടുത്തത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കാം. വാ വാ വാ. ഹലോ ഹെൽമെറ്റ് ഊരിക്കോ. ആ വാ വാ ഉസ്മാനെ വാ. അണ്ണാ ഗ്രൂപ്പ് സെൽഫി ഹെൽമെറ്റ് ഊരിക്കോ. വാ, വാ, എല്ലാവരും ഇങ്ങോട്ട് ഇവിടെ നിൽക്കുക. ഇവിടെ വാ വാ വാ. നമുക്കേ വാസവന്റെ വണ്ടിയില്ലേ, നമുക്ക് അത് ചരിച്ചിടും. നമുക്ക് എന്നിട്ട് അവിടെ വണ്ടിയുടെ ഫ്രണ്ട് വാസവായിന്റെ പുറത്ത് കയറി ഇരിക്കും, ചാരി നിൽക്ക്. ഓക്കെ ഞാനും വാ വാ ഉസ്മാനെ വാ, നീ ഉണ്ട് വാ. സൂപ്പർ. വണ്ടി ഒന്നും പറ്റിയില്ല. വീട് എവിടെ മതിയോ? എന്നാ ഇവിടെ ഇട്ടോ. ബെറ്റർ. എന്നാ എടുത്ത് നീ റിവേഴ്സ് എടുത്തിട്ടില്ല വണ്ടി ഈ കിട്ടൂ. നീ പോയി മോഷ്ടിക്കണ്ടേ? വാസവൻ ഇവിടെ മതിയോ അതോ അങ്ങോട്ട് ചരിച്ചിട്ടുണ്ടോ? ഇവിടെ മതി അപ്പാ, ഇവിടെ മതി, ഇവിടെ മതി. ഇവിടെ മതിയോ? വാസവൻ മേളിൽ നിൽക്കോ? അത് മേളിൽ കയറി ഇടിക്കേ. ഒരു ബീഡിയൊക്കെ വലിക്കട്ടെ. ഹെൽമെറ്റ് ഊരിക്കോ. നീ അങ്ങ് ഊരിക്കോ. ചെറുതായിട്ട് പടി ആ അത് വേണ്ട. ഓക്കെ. ഇതെന്തൊരു എങ്ങനെയാ ഇങ്ങനെ ചാരിയും കവന്നൊക്കെ നിക്കുന്നേ? ലീൻ ലീൻ ലീൻ. അതെ എടാ, പേര് കാണുന്ന രീതിയിലെങ്കിലും ഇട്ടേക്കണേ. വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് നോക്കിയിരിക്കുന്നതിനാ നിങ്ങൾ? എനിക്കത് മനസ്സിലാവുന്നില്ല. നല്ല വണ്ടി ഇവിടെ സൈഡിലൊക്കെ നിക്കടാ. ലീൻ അടിച്ചാൽ മതിടാ, ലീൻ. പേര് പറയല്ലേ, പേര് പറയല്ലേ. ഇവിടെ കാണട്ടെ, മൊത്തത്തിൽ കാണട്ടെ. എന്തോ തറയില് പേര് മറയല്ലേന്ന്, പേര് പറയല്ലേന്നല്ല. അപ്പാ സിറ്റി ഇമോട്ട് ഏതാ അപ്പാ നല്ലുള്ളത്? ലീൻ ലീൻ ലീനില് അല്ല ഇരിക്കുന്നേല്. ഹലോ, ഇരിക്കുന്നതില് ഞാൻ ചന്ദ്രനിലാണ്, താഴെ വന്നിട്ട് വരാം. ഞാൻ എയറിലാണ്. വണ്ടിയുടെ ഫ്രണ്ടിലോട്ടോ വാസവൻ, എന്നിട്ട് മറ്റേ ഐ അടിച്ചു നോക്കിയേ. ആ എഡ്ജ് വന്നിട്ട് അത് പറ്റത്തില്ല. പറ്റത്തില്ലേ? എഡ്ജിൽ ഈ കറക്റ്റ് എഡ്ജ്. അത് കൊള്ളാം, അത് കൊള്ളാം. കക്കൂസിലിരിക്കണ പോലെ ഹലോ കസാരയില്ലേ? അപ്പൊ ഇതാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത്. കസേരയുണ്ട്, അതാ പറഞ്ഞത് മാറ്റാ. അപ്പാ ഞാൻ ഇവിടെ നിക്കാം അപ്പാ. എന്നാ വാസവ കസേര ഇട്ടിരുന്നു. അല്ലെ ഒരു കാര്യം ചെയ്യും, സൈഡിൽ വന്നിട്ട് ലീൻ അടിച്ചാൽ മതി, അപ്പുറത്ത് നിൽക്കുന്ന പോലെ. ഞാൻ നിൽക്കുന്ന പോലെ ലീൻ ലീൻ ലീൻ. അപ്പൊ പേര് കാണൂല കേട്ടാ, ഈഗിൾ എന്നുള്ള പേര് കാണൂല. അത് കുഴപ്പമില്ല. കുഴപ്പമില്ലേ? കുഴപ്പമില്ല അപ്പാ, അതും കുഴപ്പമില്ല. വാ നമുക്ക് എല്ലാവർക്കും കൂടെ സെൽഫി എടുക്കാം. വാ 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 ഹെഡ്ലൈറ്റിന്റെ സൈഡിൽ നിന്നാലും മതി, കറക്റ്റ് ആയിരിക്കും. വാ 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 വാ. സുൽഫി ഇതാരുടെ തട്ടണേ? സമയം താഴെ ഇറക്ക്, താഴെ ഇറക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കാം. വാ. കൊഞ്ചല്ലേ ബ്രോ ഒരുപാട്. ഞാൻ കൊഞ്ചും, നീ പോടാ. ഞാൻ കൊഞ്ചും, എനിക്ക് കൊഞ്ചാണോ? ഇനിയും ആരാ സുൽഫി എടുക്കുന്ന? ആരോ തിരിഞ്ഞിരിക്കണ ഒരാൾ ഫോട്ടോ എടുത്തത് നമുക്ക്. ഷാജി ബാബ ഒരു ഫോട്ടോ എടുത്തിട്ട് ഉസ്മാൻ കത്തിപ്പോയി. ഞാൻ എടുത്തരാം. നിങ്ങൾ അപ്പം വേണം. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ എല്ലാരും വിളിച്ചത്. ഒരു സെക്കൻഡ്. എന്താണ് ഹരി?
എന്നാ പിന്നെ മനസ്സിലാവുമല്ലോ അല്ലേ? സെക്യൂരിറ്റി അലേർട്ട് എന്നെ പിടിച്ചാ. അയ്യോ പോയി. എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ മുകളില്. എല്ലാരും അടിച്ചു ഹലോ ആർമി ക്ലോസ്. ഇല്ല ഉണ്ട് ആർമി ക്ലോസ്. മാസ്ക് കിട്ടി. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ക്യാമറ /ക്യാമറ മോഡ് അരിയല്ല നീണ്ടൻ അയ്യോ ഈ /ക്യാമറ മോഡ് ധരിച്ചാൽ മതി. അടിക്കല്ലേ ഞാനും കൂടെ. എന്തായാലും വാടാ. T/ കിട്ടിയോ? ക്യാമറ മോഡ് കിട്ടിയോ? ക്യാമറ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മോഡ്. ഓ കിടില അങ്ങനെ സേവ് മൂൺ. Moon 2 security camera, brightness, focus of the center, sharpness, green effect, cinematic light, cinematic heavy, black and white, എന്തൊക്കെയുണ്ട്. നോ ഫിൽട്ടർ, ചേഞ്ച് FOV. സേവ് മൂൺ 3 കൺഫേം. ഓക്കെ അപ്പൊ തെറ്റാണോ? പക്ഷെ നമുക്ക് ഇന്ന് വണ്ടിയുടെ ഒരു ഫോട്ടോ വേണ്ടേ? വണ്ടിയുടെ ഫോട്ടോ വേണം. വണ്ടിയുടെ ഫോട്ടോ വേണം. വണ്ടിയുടെ ഫോട്ടോ വേണം. എല്ലാരും ഒന്ന് മാറിക്കോ. ആരെ ഒരാൾ ഒട്ടിച്ചു വെച്ചേക്കണം വണ്ടിയായിട്ട്. ഇതെങ്ങനെ അങ്ങോട്ട് മാറ്റും? എല്ലാ വീഡിയോ അതെല്ലാം ഉദ്ദേശിച്ച പോലെ അതെങ്ങനെയാണ് അങ്ങോട്ട് മാറ്റണേ? വണ്ടിയുടെ ഫോട്ടോ ആരെടുക്കണേ? ആരെല്ലാം പറയണേ. ഇതിൽ സൂപ്പർ ചാറ്റ് വല്ലതും ഉണ്ടോ? സൂപ്പർ ചാറ്റ് ഒന്നും ഇല്ല ബ്രോ. സൂപ്പർ ചാറ്റ് ഒന്നും ഇല്ല ഇതില് സൂപ്പർ ചാറ്റ് ഒന്നും ഇല്ല. ഇതില് എന്താ മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ. മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞാൻ പറയണില്ല. നമ്മുടെ പാർട്ണർ പ്രോഗ്രാം ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം ഞാൻ പറയാം കേസ്. എന്താ പറഞ്ഞേ?